അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേൽ രാജാവ് ഇപ്രകാരമുള്ള അവിശ്വാസത്തിന്റെ, പുതിയ നിയമഭാഷയിൽ പറയാം, അവിശ്വാസത്തിന്റെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുമ്പം ഇപ്പോൾ യഹോശാഫാത്ത് പറയുകയാണ്, എന്നാൽ, ആ വാക്ക് ശ്രദ്ധിക്കണം, ആ എന്നാൽ എന്നൊരു വേർഡ് അവിടെ ചേർത്തത് തന്നെ ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയ അഭിഷിക്തനിലൂടെ ദൈവാത്മാവ് എഴുതിപ്പിച്ചപ്പോൾ എന്നാൽ, രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കാനാ. ഇസ്രായേൽ രാജാവ് പറയാ, ഞങ്ങളെ ഇവിടെ മോവാബ്യരുടെ കയ്യിൽ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ, ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നേ. എന്നാൽ യഹോശാഫാത്ത് ഒരുത്തൻ ഇവിടെ നെഗറ്റീവ് പറയുമ്പം, ഒരുത്തൻ ഇവിടെ അവിശ്വാസം പറയുമ്പം, ഒരുത്തൻ ഇവിടെ നിന്ന് ഞങ്ങളിവിടെ മരിച്ചു വീഴും, ഞങ്ങളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഒരുവൻ പറയുമ്പോൾ, എന്നാൽ യഹോശാഫാത്ത് പറയാ, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചത്. ഒരു ഭാഗത്ത് ഒരുത്തൻ നിന്ന് അവിശ്വാസം പറയുമ്പം, ഒരു ഭാഗത്ത് ഒരുത്തൻ നിന്ന് നെഗറ്റീവ് പറയുമ്പം, മറുഭാഗത്ത് വിശ്വാസമുള്ള യഹോശാഫാത്ത്, യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന യഹോശാഫാത്ത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന യഹോശാഫാത്ത് നിന്നുകൊണ്ട് പറയുക, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ദൈവത്തിന്റെ ആലോചന കേൾക്കണം. എന്താണ് എന്താണ് ഈ ദൈവത്തിന്റെ ആലോചനയ്ക്കകത്ത് എന്തുണ്ടാകും? യഹോശാഫാത്തിനറിയാം, ദൈവത്തിന്റെ അരുളപ്പാടിനകത്ത് 3 കാര്യമുണ്ടാകും. ഒന്ന് ഭൂതകാലം, മനസ്സിലാവുന്നുണ്ടോ? 1 ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. എന്ന് വെച്ചാൽ യഹോശാഫാത്ത് പറഞ്ഞിനെ ചോദിക്കുന്നതിന്റെ കാരണം ഇതാണ്. 1, എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു? ദൈവത്തിന്റെ ആലോചനയ്ക്കകത്ത്, മനസ്സിലാവുന്നുണ്ടോ? യഹോശാഫാത്ത് ഇത് പറയാനുള്ള കാരണം ഇതാ. സ്തോത്രം. 1, ഇതിന്റെ ഭൂതകാലം. എന്താ ഭൂതകാലം? അതിന്റെ അർത്ഥം എന്താണ്? ഈ അവസ്ഥ ഞങ്ങൾക്ക് 3 കൂട്ടർക്കും വരാൻ കാരണമെന്ത് അതറിയണം. ഈ വെള്ളം കിട്ടാതെ ഇവിടെ കിടക്കാനുള്ള കാരണം എന്ത് അതറിയണം. അതറിഞ്ഞാൽ അതിനെ ജയിക്കാൻ കഴിയും. ആമേൻ. ഇന്നു രാത്രി ഞാൻ ആരെയോ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് നീ ആയിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം എന്തെന്ന് ദൈവത്തോട് ചോദിക്ക്. അതറിഞ്ഞിട്ട് അതിനെ ജയിക്ക്. അതറിഞ്ഞിട്ട് അതിനെ ആത്മാവിൽ ജയിക്ക്. ആമേൻ. അതറിഞ്ഞിട്ട് നിന്റെ ഭാഗത്ത് കുറവാണെങ്കിൽ അത് പരിഹരിക്കുക ദൈവസന്നിധിയിലിരുന്ന്. 2 വർത്തമാനകാലം. എന്താ വർത്തമാനകാലം? എന്താ ഇപ്പോ സംഭവിക്കുന്നേ? വെള്ളമില്ല, വരണ്ട് കിടക്കുക. 7 ദിവസമായിട്ട് ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരാഴ്ചയായിട്ട് അവസ്ഥ ഇതാ. സ്തോത്രം. ഇതിൽ നിന്ന് എങ്ങനെ ഒരു നീക്കുപോക്കുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഫേസ് ചെയ്യുന്ന കറൻലി എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ഈ വർത്തമാനകാലത്ത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെ ഒരു വിടുതലുണ്ടാകും? അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ ആലോചന കേൾക്കണം. ആമേൻ. 1 ഞാൻ പറഞ്ഞു ഭൂതകാലം, 2 വർത്തമാനകാലം, 3 ഭാവി. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്? കാരണം അവസ്ഥ ഇന്ന് വളരെ മോശമാണ്. നാളെ എന്ത് സംഭവിക്കും? ഇത് 3ഉം എനിക്കറിയണം. യഹോശാഫാത്ത് ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പം ഇസ്രായേൽ രാജാവ് വന്നിട്ട് പറയാ, ഇവിടെ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചൊരു മനുഷ്യനുണ്ട്, അവന്റെ പേര് ഷാഫാത്തിന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ
അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തും. നിങ്ങൾ ശ്രദ്ധിക്കണേ, യഹോശാഫാത്ത് കേട്ടപ്പോ യഹോശാഫാത്തിന് മനസ്സിലായി എലീശയുടെ പക്കൽ എന്തുണ്ട്. ഈ അരുളപ്പാട് പറയാനുള്ള കൃപയൊക്കെ ഉണ്ട് എന്ന് യഹോശാഫാത്ത് പറയുക. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫാത്തും യോഥാം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. ഇവര് മൂന്നിനോട് എവിടെ ചെന്നു? പ്രവാചകന്റെ അടുക്കൽ ചെന്നു. അടുത്ത എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ, യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ചതുകൊണ്ട് എന്ന് വെച്ചാൽ നിന്റെ മുഖത്തെ ദൈവം ആദരിക്കുന്നു. നിന്റെ മുഖത്തെ ദൈവം ആദരിക്കും. നിന്റെ മുഖത്തെ ദൈവം ആദരിച്ചാൽ നീ ഒരുത്തന്റെ മുമ്പിൽ ലജ്ജിക്കത്തില്ല. ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും.